നിന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയിലെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. 1531 ഡിസംബർ മാസത്തിൽ പരിശുദ്ധി അമ്മ മെക്സിക്കോയിലടുത്തുള്ള ടെപ്പിയോക്ക് മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട് ഗ്വാഡലുപ്പ മാതാവായി ലോകം ഇന്ന് അംഗീകരിച്ച് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണുക. ഇതിൻ്റെ തന്നെ ഒരു തുടർച്ചയായാണ് ഈ എപ്പിസോഡിലും നമ്മൾ കാണുവാനായിട്ട് പോവുക. പരിശുദ്ധി അമ്മ സ്പെയിനിൽ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൊന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ്. ആസ്ടെക് ഭരണത്തിൻ കീഴിൽ മെക്സിക്കോയിൽ ദുരാചാരങ്ങളും നരബലികളും പടർന്നു പന്തലിച്ചു. അറുന്നൂറ് ദശലക്ഷത്തോളം ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ആസ്ടെക് സാമ്രാജ്യത്തിന്റെ അധികാരത്തിൻ കീഴിൽ എല്ലാവരും സന്തോഷമുള്ളവരായിരുന്നില്ല. അന്ധവിശ്വാസങ്ങൾ നിയന്ത്രണാതീതമായി രാജ്യത്ത് വർദ്ധിച്ചു. തങ്ങളുടെ ദൈവങ്ങളെ മനുഷ്യരക്തം കൊണ്ട് മാത്രമേ പ്രീതിപ്പെടുത്താനാകൂ എന്നവർ വിശ്വസിച്ചു. ക്രൂരരായ രാജാക്കന്മാർ ജനജീവിതം ദുസ്സഹമാക്കി. ഓരോ ദിവസവും ദേവന്മാർക്കായി കുരുതി ചെയ്യപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. സൂര്യദേവന്റെ മക്കളാണ് തങ്ങളെന്ന് അവർ വിശ്വസിച്ചിരുന്നു. രക്തം കൊണ്ട് സൂര്യനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുകയില്ല എന്നുപോലും അവർ കരുതി. തങ്ങളുടെ ശരീരങ്ങളിലെ രക്തം ദേവന്മാരുടെ രക്തമാണെന്നും ദേവന്മാർക്ക് തങ്ങളുടെ രക്തം നൽകിയില്ലെങ്കിൽ അവർ മരിച്ചു പോകുമെന്നും അവർക്കിടയിൽ അന്ധവിശ്വാസം വ്യാപിച്ചു. നരഭോജികളായി കരുതപ്പെട്ടിരുന്ന ദേവന്മാർക്കു വേണ്ടി വളരെ ഉയരത്തിൽ അവർ ഒരു ആരാധനാലയം പണികഴിപ്പിച്ചു. തങ്ങളുടെ അടിമകളെയും തടവുകാരെയും വലിച്ചിഴച്ചു കൊണ്ടുപോയി ഈ ആലയത്തിന്റെ ഏറ്റവും മുകളിൽ പണി കഴിപ്പിച്ച ബലിപീഠത്തിൽ അവർ ബലിയർപ്പിച്ചു. മനുഷ്യരുടെ നെഞ്ചു പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് ആ പിടയ്ക്കുന്ന ഹൃദയം എല്ലാവരും കാണുകെ ദേവന്മാർക്കർപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്താനുള്ള നീചമായ ആചാരം അനേകരുടെ ജീവൻ കവർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, മെക്സിക്കോ സിറ്റിക്ക് അടുത്ത് നരഭോജിയായ ഈ ദേവന്മാർക്ക് വേണ്ടിയുള്ള ഒരു ആരാധനാലയം അവർ പണികഴിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലാണ് നരബലി നടക്കേണ്ടിയിരുന്ന ബലിപീഠം സ്ഥാപിച്ചിരിക്കുക. ആയതിനാൽ തങ്ങളുടെ അടിമകളെയും തങ്ങളുടെ ജയിലുകളിൽ അടച്ചിരുന്ന ജയിൽവാസികളെയും ഒക്കെ അവർ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ അവരെ കൊന്ന് നരഭോജിയായി ദൈവത്തിന് ബലിയർപ്പിച്ചിരുന്നു. അവർ ചെയ്തത് ഇപ്രകാരമാണ്: അവരുടെ ചങ്ക് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് പിടയ്ക്കുന്ന ഹൃദയം അവിടെ കൂടുന്ന ജനങ്ങൾക്ക് മുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ പിടയ്ക്കുന്ന ഹൃദയം ആണ് അവർ ദൈവത്തിന് സമർപ്പിക്കുക. അതിനുശേഷം മനുഷ്യൻ്റെ രക്തം അവർ കുടിക്കുകയും
മനുഷ്യനെ മുറിച്ച് കഷ്ണങ്ങളാക്കി മാംസം ഭക്ഷിക്കുകയും ചെയ്തിരുന്ന വലിയ കിരാതമായ അനുഭവങ്ങളിലൂടെയാണ് ആ കാലഘട്ടത്തിൽ അവിടെ ജനം കടന്നു പോവുക. ഇപ്രകാരം പുതുതായി പണിത ഈ ആരാധനാലയത്തിലെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ 4 ദിവസം കൊണ്ട് 80,000 വ്യക്തികളെയാണ്, അത് കുട്ടികളെയും പുരുഷന്മാരെയും അടക്കം 80,000-ഓളം ജനങ്ങളെ കുരുതി കൊടുത്ത ഒരു സാഹചര്യം നിലനിന്നു. ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധ കന്യകാമറിയം ഗ്വാഡലൂപ്പിയിൽ പ്രത്യക്ഷപ്പെടുക. ഇപ്രകാരം നരഭോജിയായ തങ്ങളുടെ ദൈവത്തിന് പുതിയതായി പണി കഴിപ്പിച്ച ഈ ആരാധനാലയത്തിൽ ഏതാണ്ട് 4 ദിവസം കൊണ്ട് 80,000-ഓളം വ്യക്തികൾ, കുട്ടികളടക്കം ബലി കഴിക്കപ്പെട്ടു. ഇപ്രകാരം ഉള്ള ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ കന്യകാമറിയം ടെപ്പിയാക്ക് കുന്നിൻ മുകളിൽ പ്രത്യക്ഷപ്പെടുക. പരിശുദ്ധയമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവിടെ ദേവാലയം ഉയർന്നു വന്നതിന് ശേഷം സത്യദൈവത്തെ ആരാധിക്കുവാൻ ജനം ആരംഭിച്ചു. സത്യദൈവത്തെ ആരാധിക്കുവാൻ ജനം ആരംഭിച്ചതിന് ശേഷം നരബലി അവിടെ അവസാനിച്ചു. നരബലി നടത്തിയിരുന്ന ക്ഷേത്രങ്ങളൊക്കെ ഇല്ലാതായി. പിന്നീട് ആളുകൾ സത്യദൈവം ആരാണെന്നും ദൈവപിതാവിന് മാത്രമാണ് ബലിയർപ്പിക്കേണ്ടതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ സത്യദൈവമായ യേശുക്രിസ്തുവിനെ അവർ അറിയുകയും അനുഭവിക്കുകയും ചെയ്തു. പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ അത്ഭുതകരമാണ്. ഏതാണ്ട് 8 വർഷം കൊണ്ട് 8 ലക്ഷത്തോളം ഗോത്രവർഗക്കാരായ ആ മക്കൾ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഈ കിരാതമായ എല്ലാ പ്രാക്ടീസുകളും പരിശുദ്ധ അമ്മയുടെ കടന്നുവരവിലൂടെ നിർത്തലാക്കപ്പെട്ടു. അങ്ങനെ ആ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. മക്കൾ ആഹ്ലാദത്തോടെ ദൈവത്തെ, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യം മുഴുവനും ഗ്വാഡലുപ്പ മാതാവിൻ്റെ തിരുക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നുപോയി. അതിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തെ മെത്രാന്റെ ആവശ്യപ്രകാരം ജുവാൻ ഡിയോഗോ മാതാവിനോട് ഒരു അടയാളം ചോദിച്ചപ്പോൾ റോസാപ്പൂക്കളുടെ കാലം അല്ലാതിരുന്നിട്ടും അവിടെ സാധാരണഗതിയിൽ കാണാതിരുന്ന വളരെ മനോഹരമായ റോസാപ്പൂക്കൾ അത്ഭുതകരമായി അവിടെ ഉണ്ടാവുകയും അത് പറിച്ചെടുത്ത് ജുവാന്റെ മേലങ്കിയിൽ പൊതിഞ്ഞ് പരിശുദ്ധിയമ്മ കൊടുത്തുവിട്ട് മെത്രാന് മുമ്പിൽ ആ പൂക്കൾ വിതറിയപ്പോൾ ഒരു സ്വർഗീയ സുഗന്ധം ആ റോസാപ്പൂക്കളിലൂടെ അവർ വ്യാപരിക്കുകയും മാത്രമല്ല ആ അങ്കിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ രൂപം ദർശിക്കുകയും ചെയ്തതോടെയാണ് സ്ഥലത്തെ മെത്രാന് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥമായ സാന്നിധ്യമാണ് ടെപ്പിയാക്ക് കുന്നിലുള്ളത് എന്നും പരിശുദ്ധ അമ്മ സത്യമായും ഇത് ദൈവത്തിൻ്റെ അമ്മയായ ദൈവമാതാവായ പരിശുദ്ധ അമ്മ നിത്യകന്യയായ പരിശുദ്ധ മറിയമാണ് ഈ മകനെ എൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നതെന്നും തിരിച്ചറിയുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് അഭിമന്യ പിതാവ് അവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി. സഹോദരങ്ങളെ, അത്ഭുതകരമായി 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ ഒരു ദേവാലയം, ഒരു ചെറിയ ദേവാലയം അവിടെ നിർമ്മിക്കപ്പെട്ടു. ഈ ദേവാലയം നിർമ്മിക്കപ്പെടാൻ എടുത്ത് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ഈ പരിശുദ്ധ അമ്മയുടെ വളരെ അത്ഭുതകരമായ രൂപം തെളിഞ്ഞ ഈ ചിത്രം തെളിഞ്ഞ ഈ തുണി അദ്ദേഹം തൻ്റെ കത്തീഡ്രലിലേക്ക് മാറ്റിയിരുന്നു. എൻ്റെ കത്തീഡ്രലിൽ ഈ രൂപം വെച്ച് ആളുകൾ വണങ്ങിപ്പോന്നു. ഇപ്രകാരം ടെപ്പിയാക്കുന്നിന് മുകളിൽ പുതുതായി നിർമ്മിച്ച ദേവാലയം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1531 ഡിസംബർ മാസം 26-ാം തീയതി ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസ് സഹദായുടെ തിരുനാൾ ദിവസം
വളരെ ആഘോഷപരമായി ആഹ്ലാദത്തോടെ ജനങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് കത്തീഡ്രലിൽ നിന്നും ഈ തിരുസ്വരൂപം ചിത്രം ചെയ്തിരിക്കുന്ന ഈ അങ്കി, പരിശുദ്ധയമ്മയുടെ തിരുസ്വരൂപം നിറഞ്ഞു നിൽക്കുന്ന ഈ അങ്കി പ്രദക്ഷിണമായി പുതിയ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ സ്ഥാപിച്ചപ്പോൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു ജനം മുഴുവനും. ആ പ്രദേശം മുഴുവനും തങ്ങൾ സ്വീകരിച്ച ഈ പുതിയ വിശ്വാസം, തങ്ങൾ കാണുന്ന സ്വർഗത്തിൻ്റെ ഈ വലിയ ഇടപെടലുകൾ, ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആഹ്ലാദിച്ചിരുന്ന സമയത്ത് ഗോത്രവർഗ്ഗക്കായ അവർ സാധാരണ ചെയ്യുന്ന രീതിയിൽ വലിയ സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടേതായ രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നത് അവർ അമ്പ് ചെയ്തുകൊണ്ടാണ്. തങ്ങളുടെ അമ്പ് വെറുതെ ആകാശത്തിലേക്ക് ഇങ്ങനെ എയ്തുകൊണ്ട് അവർ തങ്ങളുടെ സന്തോഷവും ആഹ്ലാദവും പങ്കിട്ടു. ഇപ്രകാരം വലിയ സന്തോഷത്തിൻ്റെ അവസരത്തിൽ മുകളിലേക്ക് ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്ന അമ്പ് ലക്ഷ്യം തെറ്റി ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പതിക്കുകയും കഴുത്തിലൂടെ ആ അമ്പ് കയറി ഇറങ്ങി ആ വ്യക്തി മരിക്കുകയും ചെയ്ത ഒരു സംഭവവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം ഈ വ്യക്തി മരണപ്പെട്ടത് കണ്ടപ്പോൾ അവർക്കെല്ലാം വലിയ സങ്കടമായി, വേദനയായി. എന്നാലും ഈ മക്കൾ ഈ വ്യക്തിയുടെ ശവശരീരം എടുത്തുകൊണ്ട് പുതുതായി നിർമ്മിച്ച ഈ ദേവാലയത്തിൽ കടന്നു വന്ന് അവിടെ പുതുതായി സ്ഥാപിച്ച പരിശുദ്ധയമ്മയുടെ അത്ഭുത ചിത്രത്തിന് മുൻപിൽ ഈ ശവശരീരം വെച്ച് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ശവശരീരം കൊണ്ടു നടന്നത് അവരുടെ പണ്ടത്തെ ഒരു പതിവായിരുന്നു നമുക്കറിയാം. എന്നാൽ തങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ പുതിയ വിശ്വാസത്തിൽ തങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് അത്ഭുതകരമായി പലതും ചെയ്യുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഈ മരിച്ച വ്യക്തിയെ മാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ വെച്ച് നിലവിളിച്ചിവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ ഉയർത്തി ജനം കൂട്ടത്തോടെ നിലവിളിച്ച് പരിശുദ്ധയമ്മയുടെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇപ്രകാരം പരിശുദ്ധയമ്മയുടെ സഹായത്തിന് വേണ്ടി ഈ ശവശരീരത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജനം കാണുന്നത് സ്വർഗത്തിൻ്റെ വലിയ ഒരു അത്ഭുതമാണ്. മരിച്ചുപോയ ഈ വ്യക്തി കണ്ണുകൾ തുറക്കുകയും ആ വ്യക്തി എഴുന്നേറ്റിരുന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത വലിയ അത്ഭുതം അന്നവിടെ ആ ജനസമൂഹം ദർശിക്കുകയുണ്ടായി. ഈ അത്ഭുത ദർശനം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന സ്പാനിഷുകാരെയും മെക്സിക്കൻകാരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയുണ്ടായി. പിന്നീട് അവർ ഒന്നു ചേർന്ന് പരിശുദ്ധ അമ്മയിലുള്ള ഈ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അങ്ങനെ ഒരു രാജ്യം മുഴുവനും പരിശുദ്ധ അമ്മയുടെ മക്കളായി മാറുകയും ചെയ്ത അത്ഭുതകരമായ ഇടപെടലാണ് മെക്സിക്കോയിൽ ഗ്വാഡലുപ്പയിൽ സംഭവിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു മേലങ്കി, ജുവാൻ്റെ ടിൽമ എന്ന് പറയുന്ന ഈ മേലങ്കിക്ക് ഏതാണ്ട് 25 വർഷമേ ആയുസ് ഉള്ളൂ. അതിനുശേഷം ഇത് ചിന്ന ഭിന്നമായി അത് കീറിപ്പറിഞ്ഞു പോകേണ്ടതാണ്. എന്നാൽ 500 വർഷങ്ങൾക്ക് ശേഷവും ഈ മേലങ്കി പരിശുദ്ധ അമ്മയുടെ അത്ഭുത ചിത്രം പതിച്ചിരിക്കുന്ന ഈ മേലങ്കിക്ക് ഒരു കേടുപാടുമില്ലാതെ, അതിൻ്റെ കളറുകളിൽ പോലും വലിയ മാറ്റങ്ങളില്ലാതെ ഈ 500 വർഷമായി നിലകൊള്ളുന്നത് വലിയ അത്ഭുതമായി അനേകർ, പ്രത്യേകിച്ചും ശാസ്ത്രജ്ഞന്മാർ തന്നെ വിവരിച്ചു നൽകുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ചിത്രത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഓരോ ചിഹ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിനോട് സ്വർഗത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ വിളിച്ചു പറയുവാനുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഗ്വാഡലൂപ്പിൽ നൽകിയിരിക്കുന്ന ഈ അത്ഭുത ചിത്രത്തിന് ഇന്ന് ഈ ലോകത്തോട് എന്ത് സന്ദേശമാണ് നൽകുവാനുള്ളത് എന്ന് നമുക്കൊന്ന് കാണാം. ജുവാൻ ദിയേഗോയുടെ മേലങ്കിൽ പതിയപ്പെട്ട ഗ്വാഡലൂപ്പ മാതാവിന്റെ രൂപത്തിന്റെ സവിശേഷതകൾ ഏറെയാണ്. ഏറെയാൽ 30 വർഷം മാത്രം ആയുസ്സുള്ള ആ മേലങ്കി ശാസ്ത്രജ്ഞരുടെ തുടർച്ചയായ ഗവേഷണത്തിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞും കേടുപാടുകളില്ലാതെ നിലകൊള്ളുന്നത് കണ്ണടച്ചു തള്ളാനാവാത്ത യാഥാർത്ഥ്യമായി ശേഷിക്കുന്നു. മേലങ്കിയിൽ ചിത്രം പതിയാത്ത വശം പരുത്തതും
ചിത്രം പതിഞ്ഞ വശം പട്ടുപോലെ മൃദുലവുമായി അന്നുമുതൽ ഇന്നുവരെ നിലകൊള്ളുന്നു. അങ്കിയിലെ ചിത്രത്തിലെ പെയിന്റിന്റെ ഘടന ഇന്നോളം കണ്ടുപിടിക്കാൻ ആയിട്ടില്ല. 1791 മേലങ്കിയിൽ അബദ്ധത്തിൽ തുളുമ്പിയ നൈട്രിക് ആസിഡിനും 1921 ബോംബ് സ്ഫോടനത്തിനും മേലങ്കിയിലെ ചിത്രത്തിന് കോട്ടം വരുത്താനായില്ല. 1946 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജി ഓഫ് ഓട്ടോണോമസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോ ചിത്രം വിശദമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. 1980 ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് നാസയിലെ പ്രൊഫസർമാരായ ജൂഡി സ്മിത്ത്, ഫിലിപ്പ് കളർ ഹാൻഡ്സ് എന്നിവർ ചിത്രത്തിലെ പെയിന്റിങ്ങിനെ പറ്റി പഠനങ്ങൾ നടത്തുകയും അത് മനുഷ്യകരങ്ങളാൽ വരയ്ക്കപ്പെട്ടതല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്കിയിലെ നിറങ്ങൾ ചേർത്തിരിക്കുന്നതും അവയുടെ ഉറവിടവും ശാസ്ത്രജ്ഞരുടെയും കലാകാരന്മാരുടെയും മുൻപിൽ ചോദ്യമായി ശേഷിക്കുന്നു. ആസ്ടെക് വംശജരെ ഏറെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള രൂപമായിരുന്നു അങ്കിയിൽ പതിഞ്ഞ ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രം. സ്പാനിഷ് വംശജരുടെയും ഗോത്രവംശജരുടെയും കൂടി ഇടകലർന്ന അവളുടെ ചർമ്മത്തിന്റെ നിറം പ്രദേശവാസികളെയെല്ലാം ഒന്നിപ്പിക്കുന്ന അവളുടെ മാതൃവാത്സല്യത്തിന്റെ അടയാളമായിരുന്നു. ചന്ദ്രനെ പാദത്തിൻ കീഴിലും സൂര്യന്റെ മുമ്പിലുമായി നിൽക്കുന്ന അമ്മ പ്രദേശവാസികൾ വണങ്ങിയിരുന്ന രക്തദാഹികളായ സൂര്യചന്ദ്ര ദേവന്മാരെക്കാൾ ശക്തിയും പ്രഭാവവതിയുമാണെന്നതിന്റെ അടയാളമായിരുന്നു. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന കുരിശടയാളം സ്പാനിഷ് കപ്പലുകളിലും ദേവാലയങ്ങളിലും കാണപ്പെട്ടിരുന്ന കുരിശടയാളം തന്നെയായിരുന്നു. ഗർഭിണിയായി കാണപ്പെട്ട അവൾ കെട്ടിയിരുന്ന അരക്കച്ച ഗർഭിണികളായ പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്നതായിരുന്നു. 4 ഇതളുകളുള്ള അവളുടെ കച്ചയിലെ പൂവ് ആസ്ടെക് വംശജർ സത്യദൈവത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചിരുന്ന അടയാളമായിരുന്നു. അവളുടെ ഉദരഭാഗത്ത് ഗർഭസ്ഥ ശിശുവിന്റെ സ്ഥാനത്തായിരുന്നു ആ പൂവ് കാണപ്പെട്ടത്. അതിനാൽ തന്നെ അവൾ സത്യദൈവത്തിന്റെ അമ്മയാണെന്ന് ഗോത്രവംശജർക്ക് ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടായില്ല. അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന നക്ഷത്രങ്ങളുടെ ക്രമീകരണം പ്രത്യക്ഷീകരണ ദിനത്തിന്റെ അന്നുണ്ടായിരുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളുടേത് തന്നെയായിരുന്നുവെന്ന് പിന്നീട് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ചിത്രത്തിലെ അമ്മയുടെ കണ്ണുകളിൽ ബിഷപ്പിന്റെ രൂപം പ്രതിഫലിച്ചിരുന്നു. അങ്കിയുടെ താപനില ഒരു ജീവനുള്ള മനുഷ്യന്റെ ശരാശരി താപനില നിലനിർത്തിയതായും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 7 വർഷത്തിനുള്ളിൽ 9 ദശലക്ഷം പ്രദേശവാസികൾ ക്രൈസ്തവ മതം സ്വീകരിച്ചു. നരബലികളും ദുരാചാരങ്ങളും അവസാനിച്ചു. പ്രാദേശിക ഭിന്നതകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു. ഗ്വാഡലൂപ്പ ബസിലിക്കയിലെ അൾത്താരയിൽ ഇന്നും ചിത്രത്തോടു കൂടിയ അങ്കി സൂക്ഷിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മ ഗ്വാഡലൂപ്പയിൽ പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൗമാരക്കാരിയുടെ രൂപത്തിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന് വലിയ ഒരു സന്ദേശമുണ്ട്. നരഹത്യ നടമാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലിലൂടെ അതിന് പിന്നിൽ പ്രവർത്തിച്ച അന്ധകാര ശക്തിയുടെ തല തകർത്തുകൊണ്ട് പരിശുദ്ധ അമ്മ മെജ്ജുഗുരിയിൽ ഇന്നും ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മൾ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ഏറ്റെടുത്ത് ജീവിക്കാൻ ആരംഭിച്ച മക്കൾ ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു രീതിയിൽ അതേ നരഹത്യ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഭചിത്രമെന്ന മാരകമായ പാപത്തിലൂടെ ഇന്ന് ലോകം മുഴുവനും ഇന്ന് അനേകം കുഞ്ഞുങ്ങളെ സാത്താന് കുരുതി കൊടുക്കുന്ന കിരാതമായ അനുഭവങ്ങളിലൂടെ ഇന്ന് ലോകം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇന്ന് ഈ ലോകം നൽകുന്ന സന്ദേശമാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇന്ന് ഈ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ അബോർഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നരഭോജികളായ സാത്താന് നൽകിയിരുന്ന ആ മനുഷ്യക്കുരുതിക്ക് തുല്യമാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നൽകുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1999 ഗ്വാഡലൂപ്പ മാതാവിനെ അജാത ശിശുക്കളുടെ പ്രത്യേകമായ സംരക്ഷകയായി പ്രഖ്യാപിച്ചത്.
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി, ഇന്ന് ഈ ലോകത്ത് മനുഷ്യക്കുറുതി നടക്കുന്ന ഒരുപാട് ബലിപീഠങ്ങളാണ് ഒരുപാട് ആസ്പത്രികളും ചില കുടുംബങ്ങളുമെന്ന്. ഇപ്രകാരം ഈ മനുഷ്യകുരുതി ഇല്ലാതാകണമെങ്കിൽ ഗ്വാഡലുപ്പ മാതാവിൻ്റെ പ്രത്യേകമായ സഹായം നമ്മൾ ഏറ്റെടുത്ത് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. 1754 ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ ഗ്വാഡലുപ്പ മാതാവിനെ ന്യൂ സ്പെയിൻ്റെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. 1910 10 പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ ഗ്വാഡലുപ്പ മാതാവിനെ തെക്കേ അമേരിക്കയുടെ മൊത്തം രാജ്ഞിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. 1935 11 പിയൂസ് മാർപ്പാപ്പ ഗ്വാഡലുപ്പ മാതാവിനെ മെക്സിക്കോയുടെ പ്രത്യേക സംരക്ഷകയായി പ്രഖ്യാപിച്ചു. 1966 പോൾ 6 മാർപ്പാപ്പ മെക്സിക്കോയിൽ ഗ്വാഡലുപ്പ മാതാവിൻ്റെ അടുത്ത് വന്ന് ഒരു സ്വർണ്ണ റോസാ പുഷ്പം അമ്മയ്ക്ക് സമ്മാനമായി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ 2013 നവംബർ 18 ഫ്രാൻസിസ് മാർപ്പാപ്പയും കർദിനാൾ ഔലറ്റ് വഴി പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു സ്വർണ്ണ പുഷ്പം, റോസാ പുഷ്പം സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തൻ്റെ മെക്സിക്കോ പര്യടന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർണം പൂശിയ ഒരു വെള്ളിക്കിരീടം പരിശുദ്ധ അമ്മയുടെ ശിരസിൽ ചാർത്തി, എൻ്റെ അമ്മ എൻ്റെ പ്രത്യാശ എന്ന് ഈ കിരീടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, വ്യത്യസ്തമായ മാർപ്പാപ്പമാർ അംഗീകരിച്ച് വ്യത്യസ്തമായ മാർപ്പാപ്പമാരുടെ അധികാരത്തിൽ അവർ ഗ്വാഡലുപ്പ മാതാവിനെ ഇന്ന് ലോകത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് അനേക ലക്ഷങ്ങളാണ്, 1, 2, 3 ലക്ഷങ്ങളല്ല, ഏതാണ്ട് ഒരു വർഷം 10 മില്യണോളം ആളുകൾ ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ ഗ്വാഡലുപ്പ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതായി ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ജനലക്ഷങ്ങൾ ഗ്വാഡലുപ്പ മാതാവിൻ്റെ അടുത്ത് കടന്നു വരികയും ഇല്ലെങ്കിൽ കടന്നു വരാൻ സാധിക്കാത്ത മക്കൾ ലോകത്തിന് നാനാഭാഗങ്ങളിലിരുന്ന് പ്രത്യേകമായ ഗ്വാഡലുപ്പ മാതാവിൻ്റെ ചിത്രം സ്വീകരിച്ച് തങ്ങളുടെ വീടുകളിലൊക്കെ വച്ച് ആ ചിത്രത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങുക? പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ഗ്വാഡലുപ്പയിൽ പരിശുദ്ധയമ്മ നടത്തുന്ന അത്ഭുതകരമായ ഇടപെടലുകൾ കൊണ്ടല്ല, മറിച്ച് ഗ്വാഡലുപ്പയിൽ പരിശുദ്ധയമ്മയുടെ യഥാർത്ഥമായ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധയമ്മയുടെ യഥാർത്ഥമായ ഒരു സാന്നിധ്യം അവിടെ കടന്നു എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കും അതിനോട് ഐക്യപ്പെട്ട് കുടുംബങ്ങളിലിരുന്ന് പരിശുദ്ധയമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കും ഇന്ന് പരിശുദ്ധയമ്മ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, മെക്സിക്കോയിലേക്കൊന്ന് കടന്നു ചെന്ന് അവിടെയുള്ള ഒരു സാധാരണ കുടുംബത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്. ഇപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, പരിശുദ്ധയമ്മയോടുള്ള ആഴമുള്ള ഭക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അനേക യുവതി യുവാക്കൾ. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, മെക്സിക്കോയിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, അവർ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വലിയ ആതിഥ്യ മര്യാദയോടുകൂടിയാണ് അവർ ഇടപഴകുക. പരിശുദ്ധയമ്മ എന്തൊക്കെയാണോ മക്കൾ ആവശ്യപ്പെട്ടിരിക്കുക അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധയമ്മയുടെ മക്കളാണ് ഞങ്ങളെന്ന് അഭിമാനത്തോടെ പറയത്തക്ക രീതിയിൽ ഇന്ന്
മെക്സിക്കോയിലുള്ള ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താൻ ഇന്ന് അനേകം രാജ്യങ്ങളെ കീഴടക്കുമ്പോൾ മെക്സിക്കോയിലുള്ള കുടുംബങ്ങളെ, പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ അമ്മയോട് ചേർന്നിരിക്കുന്ന കുടുംബങ്ങളെ അവന് സ്വാധീനിക്കാനാവാതെ പരിശുദ്ധ അമ്മ ഇന്നും ഗ്വാഡലുപ്പയിൽ രാജ്ഞിയായി, ആ രാജ്യത്തിൻ്റെ മുഴുവനും അമ്മയായി ഇന്ന് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, മെക്സിക്കോയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് അവിടെയുള്ള യുവതി യുവാക്കൾക്ക് വിശുദ്ധിയോടുള്ള വലിയൊരു ദാഹമുണ്ട്. ഇന്ന് അനേകം യുവതി യുവാക്കൾ വിശുദ്ധിക്കെതിരായി പാപം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മെക്സിക്കോയിലുള്ള സാധാരണഗതിയിലുള്ള, പ്രത്യേകിച്ചും ഓരോ മലമ്പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള യുവതി യുവാക്കളിൽ കാണുന്ന ഒരു പ്രത്യേകത, അവർ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്ന യുവതി യുവാക്കളാണ് എന്ന് ഇന്നും കാണുവാനായിട്ട് സാധിക്കും. ഇതിനൊക്കെയുള്ള കാരണം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ജുവാൻ ഡിയോഗ എന്ന ഒരു ആദിവാസി മനുഷ്യനിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ വലിയ ഇടപെടലുകൾ ഗ്വാഡലുപ്പയിൽ അമ്മ ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. പിന്നീട് ജുവാൻ ഡിയോഗയുടെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് ചിന്തിക്കുന്ന ഉചിതമാണ്. അദ്ദേഹം പിന്നീട് പരിശുദ്ധ അമ്മയുടെ ബസിലിക്കയോട് ചേർന്ന് ഒരു കുടിൽ കെട്ടി അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു സന്ദേശവാഹകനായി തൻ്റെ ജീവിത അവസാനം വരെ അദ്ദേഹം ജീവിച്ചു. വരുന്ന ഓരോ മക്കൾക്കും അമ്മയെക്കുറിച്ചും അമ്മയുടെ സന്ദേശങ്ങളും അമ്മയെ കണ്ട കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊടുത്ത് അനേകരെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് ജുവാൻ ഡിയോഗോ ആകർഷിച്ചു. അങ്ങനെ 1548 അദ്ദേഹം മരണമടഞ്ഞു. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ആദ്യത്തെ ദേവാലയത്തിൽ ജുവാൻ ഡിയോഗയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, 1960 മെയ് മാസം 6-ാം തീയതി വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഒരു പ്രത്യേക താല്പര്യമെടുത്ത് ജുവാൻ ഡിയോഗയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. പിന്നീട് 2002 ജൂലൈ 31-ാം തീയതി ജോൺ പോൾ II മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുൻപിൽ വന്ന് എനിക്ക് ഈ സന്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള യോഗ്യതയോ മഹിമയോ ഒന്നുമില്ല എന്നും അതുകൊണ്ട് മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് എളിമയുടെയും ഒന്നുമില്ലായ്മയുടെയും ഒരു പര്യായമായി മാറിയ ഈ മനുഷ്യനെ ഇന്ന് സ്വർഗം മഹത്വപ്പെടുത്തി ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വിശുദ്ധ ജുവാൻ ഡിയോഗയോട് ചേർന്ന് ഗ്വാഡലുപ്പ മാതാവിൻ്റെ പ്രത്യേകമായ സഹായവും സാന്നിധ്യവും നമുക്ക് അപേക്ഷിക്കാം. വളരെ പ്രത്യേകമായി ലോകത്തെമ്പാടും ഇന്ന് സ്വർഗത്തെ വേദനിപ്പിച്ചുകൊണ്ട് നടമാടുന്ന ഭ്രൂണഹത്യ എന്ന ഈ വലിയ തിന്മയ്ക്കെതിരായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നരഹത്യ പോലെ തന്നെ ഇന്ന് സ്വർഗത്തെ അതിയായി വേദനിപ്പിക്കുന്ന ഈ തിന്മ ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിനും ഈ ലോകം മുഴുവനും സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയിലൂടെ സത്യദൈവമായ യേശുക്രിസ്തുവിനെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള കൃപ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ലോകം മുഴുവനും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്വാഡലുപ്പ മാതാവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് യാചിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നിങ്ങളെ ഓരോരുത്തരെയും, എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഗ്വാഡലുപ്പ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് ഈ നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള തിന്മയുടെ കടന്നുവരവുകളോ നരഹത്യ പോലെയുള്ള ദുരാചാരങ്ങളുടെ ഏതെങ്കിലും ഭവിഷ്യത്തുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ നിമിഷം ഈ കുടുംബങ്ങളെല്ലാം കടന്നു വന്ന് അമ്മ നരകത്തെ നിർത്തലാക്കിയതുപോലെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും തകർത്ത് കളഞ്ഞ് അമ്മയുടെ പുത്രൻ്റെ സ്ഥലമാക്കി ഓരോ കുടുംബങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Desde el cielo una hermosa mañana